ഹായ് ഫ്രണ്ട്സ്, ഇന്നിനെ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്തുണ്ടാക്കുന്ന സ്നോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ പാത്രത്തിൻ്റെ ചുറ്റും ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ടാവും, അപ്പോൾ അതൊന്ന് കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചേരുവകൾ റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ മഞ്ഞ വെച്ച് ഞാൻ വളരെ അടിപൊളി സംഭവം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല മധുരം വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ലൊരു ക്രീമി പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. നല്ലൊരു ഫ്ലേവറാണ് അത് ചേർത്താൽ. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കൂട്ട് നേരത്തെ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്, നല്ല ഹാർഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കാരണം ഇത് പൊങ്ങി വന്ന് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയതായതുകൊണ്ട് 2 പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ല സ്റ്റീമൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുന്ന പാത്രത്തിൽ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ വെച്ച് മൂടി വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് പുറത്തേക്കൊന്നും പോയില്ല. ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തണുക്കുമ്പോൾ അത് താനേ താണു പോയിക്കോളും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഒരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് അടച്ചതിന് ശേഷം 2-3 ഹോൾ ഇട്ട് കൊടുത്താൽ മതി ആ ഫോയിൽ പേപ്പറിൻ്റെ മേലെ. അപ്പോൾ പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ നമുക്കിത് 15 മിനിറ്റ് ആയതിനു ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ പുഡിങ് റെഡിയാണെന്ന് അർത്ഥം. അപ്പോൾ എൻ്റെ പുഡിങ് 2ഉം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് വരും. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നോളും. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേതും കൂടി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല വൈറ്റ് കളറ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. പിന്നെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക്